എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഏലക്ക എന്ന വിളയുടെ പാട്ടോ, ഇത് 4ാമത്തെ റൗണ്ട് കാട് പണിഞ്ഞു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തോട്ടത്തിൽ കായെടുക്കാണ്ട് വന്നാൽ കേട്ടോ, പപ്പായും മമ്മിയും നമ്മളെല്ലാവരും ഉണ്ട് കായെടുക്കാനായിട്ട്. അപ്പം ഇതിൻ്റെ പരിചരണത്തെ പറ്റിയും പിന്നെ ഇതിന് ചെയ്യുന്ന വളങ്ങൾ എന്തൊക്കെയാണ്, അത് മരുന്നടിക്കുന്നത് എന്തൊക്കെയാണ് എന്നൊക്കെ ഇവിടെ പറയുന്നതാണ്. നമ്മളിതാ 4ാമത്തെ റൗണ്ട് കായെടുപ്പാണ്. പക്ഷെ എന്നാലും ഇപ്പോഴും കായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയൊരു 2-3 റൗണ്ടുള്ള കായ കൂടെ എടുക്കാനുണ്ട് നമുക്ക്. അതുപോലെ തന്നെ ചരവും ചീമ്പും ഒക്കെ നമുക്ക് ഉണ്ടാകുന്നുണ്ട് ഇപ്പോഴും. അതിനൊക്കെ നമ്മൾ പ്രധാനപ്പെട്ടൊരു വളം ചെയ്തായിരുന്നു. അപ്പം അതെന്ത് വളമാണെന്ന് ഞാൻ ഈ വീഡിയോ പറയുന്നതാണ്. ഏലം നന്നായിട്ട് വളരാനും കായ ഉണ്ടാകാനൊക്കെ തണുപ്പ് ആവശ്യമാണ്. തണുപ്പും തണലും ഒക്കെ ആവശ്യമുള്ള ചെടിയാണ് ഏലം. ഇതൊരു ഇഞ്ചി വർഗ്ഗത്തിൽപ്പെട്ടൊരു ചെടിയാണ്. ഈ ഏലം എന്ന് വെച്ചിരിക്കുന്നത് നമ്മൾ പ്ലാവിൻ്റെ ചുവട്ടിലാണ്. പ്ലാവിൻ്റെ ഇല അടക്കുന്നുണ്ടോ, ഇതൊരു വളം കൂടിയാണ്. അതുപോലെ മരത്തിൻ്റെ തണലിലേക്കാണ് ഏലം കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. ഇത് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം നേടിത്തരുന്ന കൃഷിയാണ് ഏലക്കൃഷി. അത്യാവശ്യം നല്ല വിലയുണ്ട്. പച്ചക്കായ്ക്ക് കിലോ 500 രൂപ വില. ഉണക്കയ്ക്ക് 3500 രൂപ അടുത്ത് വില വരുന്നുണ്ട്. ഒരു കുറഞ്ഞൊരു 50 സെൻറ്റ് സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് അത്യാവശ്യം നല്ല വരുമാനം നമുക്ക് ഏലം കൃഷി കൊണ്ടുണ്ടാക്കാൻ പറ്റും. നമ്മൾ കൃഷിയെ സ്നേഹിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഉറപ്പായും വരുമാനം ഉണ്ടാകും. അല്ല, നമ്മൾ എടുക്കുന്ന ടൈമിലും പൂക്കളുണ്ടായി കാ പിടിക്കുന്നുണ്ട് ഏലത്തിന്. നമുക്കൊരു ഞള്ളാനി, അതുപോലെ തന്നെ കണിപ്പുറമ്പ്, തിരുതാളി, പിന്നെ ഞള്ളാനി ഹൈബ്രിഡ് എന്ന് പറഞ്ഞ 4 ഇനങ്ങളാണ് ഉള്ളത്. ഞള്ളാനി ഹൈബ്രിഡ് വെച്ചിട്ടേ ഉള്ളൂ, അത് കായായിട്ടില്ല. പിന്നെ തിരുതാളിയും കണിപ്പുറമ്പിനും ഞാൻ കാണിച്ചു തരാം. ഏലെല്ലാം ഒരുക്കി വൃത്തിയാക്കാറായി. ഒരിക്കൽ മണ്ണ് കൂട്ടേണ്ട സമയമാണ്. ഡിസംബർ ജനുവരി മാസമൊക്കെ മണ്ണ് കൂട്ടണം. ഇപ്പോൾ കായ എടുത്ത് കയറിയിട്ട് വേണം മണ്ണ് കൂട്ടാനായിട്ട്. ഏലത്തിൻ്റെ അകം എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിടക്കണം. ചൂട്ടിന്നും അതുപോലെ തന്നെ ഇടയ്ക്കുന്നുള്ള ചപ്പൊക്കെ മാറ്റി നല്ല ക്ലീനാക്കി വേണം ഇടാനായിട്ട്. പിന്നെ ഏലത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കീടമാണ് തണ്ടുതരപ്പൻ. നമ്മൾ അതിനെ പ്രതിരോധിക്കാണ്ട് ചെയ്യുന്നത് എക്കാലിസും പിന്നെ കരോട്ട എന്ന് പറഞ്ഞാൽ വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം ചെയ്യുന്നത്. പിന്നെ മഴക്കാലമാണെങ്കിൽ നമ്മൾ പച്ച ചേർത്താണ് അടിക്കുന്നത്. അപ്പോഴത്തേക്കും വെള്ളം മഴ പെയ്താലും ഇത് ഒലിച്ചു പോകാൻ നിന്നോളും. പിന്നെ ഇതാണ് അവിടെ തിരുതാളി എന്ന് പറഞ്ഞ ചേരം. ഇത് ശരത്തിനൊക്കെ നല്ല നീളമാണ്, നല്ല മറിഞ്ഞു കിടക്കുന്ന ചിരമൊക്കെ. നല്ല വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കായ്ക്കും. പിന്നെ പെട്ടെന്ന് രോഗങ്ങളുണ്ടാകുന്ന ഒരു ഏലമാണ് തിരുതാളി എന്ന് പറയുന്നത്. ഈ ഏലത്തിന് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന രോഗം തട്ടമറച്ചിലാണ്. പിന്നെ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയ ഏലം ഇതാണ് കണിപ്പുറമ്പൻ. നമ്മൾ 4 റൗണ്ട് കായ എടുത്താണ്. പക്ഷെ എന്നാലും ഇതിനകത്ത് ഇനിയും കായ എടുക്കാനുണ്ട്. ഓരോ കൊത്തിലും ഇത് കാ തീരത്തില്ല, ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നില്ലേ. പിന്നെ അത്യാവശ്യം ചൂടുള്ള സ്ഥലത്തൊക്കെ ഇത് പിടിക്കുന്നതാണ് കണിപ്പുറമ്പൻ. നല്ല ബോൾട്ട് കായാണ്. നമ്മുടെ നാടൻ ഏലത്തിൽ നിന്നും ആണ് ഈ കണിപ്പുറമ്പൻ എന്നുള്ള ഏലം വന്നിട്ടുള്ളത്. നാടൻ ഏലത്തിൻ്റെ പോലെയാണ് ഇതിൻ്റെ ചരങ്ങളൊക്കെ. നിലത്തോടെ ഇങ്ങനെ പറന്ന് കിടക്കുന്ന ആണ് ചരങ്ങൾ. അതുകൊണ്ട് മണ്ണ് കൂട്ടാനെ കുറച്ച് പാടായിരിക്കും. ചരങ്ങളൊക്കെ എപ്പോഴും പൊക്കി വെച്ചിട്ടാണ് മണ്ണ് കൂട്ടും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പം, നല്ലതായിട്ട് കാ പിടിക്കുന്ന ഒരു ഏലമാണ്. ഇതൊക്കെ കണിപ്പുറമ്പനാണ്. അതുകൊണ്ട് ഈ ഒരു ഏലത്തിൽ തന്നെ ഒറ്റയെടുപ്പിന് ഒരു കിലോയ്ക്ക് മുകളിൽ കാ നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാ തവണയും. ഇപ്പോൾ 4 തവണ എടുത്തപ്പോഴും നമുക്ക് 1 കിലോയ്ക്ക് മുകളിൽ കാ കിട്ടിയിട്ടുണ്ട്. ഇനിയുണ്ട്, ഇതെല്ലാം പഴുത്തിരിക്കുന്ന കായാണ്. അതുകൊണ്ട് ഇപ്പോഴും നിറയെ പൂക്കളുണ്ട് കേട്ടോ നമ്മളെ ഏലത്തിന്. അതിൽ എന്ത് പൂക്കളാണെന്നുണ്ടോ. ഇപ്പം വേനൽക്കാലമാണ്, എന്നിട്ട് പോലും നല്ലതായിട്ട് പൂക്കളുണ്ടാകുന്നുണ്ട്. ഇതിനുള്ള ഫെമിഗ്രോ എന്ന് പറഞ്ഞാൽ മരുന്നടിച്ച് കൊടുക്കുന്നുണ്ട് പൂക്കളുണ്ടാകാനായിട്ട്. ഇത് ഈ തമിഴ്നാട്ടിലേക്ക് മുല്ലയ്ക്ക് പൂക്കളുണ്ടാകാൻ വേണ്ടി അടിച്ചു കൊടുക്കുന്നൊരു ഹോർമോണാണ്. നമ്മളിത് റബ്ബറിൻ്റെ ഇടയ്ക്കാണ് ഈ കണിപ്പുറമ്പൻ ഏലമൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ റബ്ബറും നമുക്ക് വെട്ടാം, ഇലയ്ക്കാൻ കിട്ടും. നമ്മുടെ ഇടുക്കിയിലെ കാലാവസ്ഥയിൽ റബ്ബറുകൾക്കൊന്നും അധികം വലിപ്പം പകത്തില്ല, പക്ഷെ നല്ല പാലുണ്ടാവും. പിന്നെ ഏലത്തിന് ആവശ്യമായിട്ടുള്ള ഷെയ്ഡും ഈ റബ്ബറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് 1.5 വർഷമായിട്ടുള്ള ഞള്ളാനി ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ഇനമാണ്. ഇതൊരു തട്ടയ്ക്ക് 100 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങി വെച്ചതാണ്. റജി ഞള്ളാനി എന്ന് പറഞ്ഞ ചേട്ടൻ്റെ അടുത്താണ് നമ്മൾ വാങ്ങിയത് കട്ടപ്പനയിൽ. ഇത് നമ്മുടെ തിരുതാളിയില കേട്ടോ. നമുക്കിവിടെ പണിക്കാരെ കിട്ടാനായിട്ട് വലിയ പാടാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെയാണ് ഇലക്കെടുക്കുന്നത് നമ്മൾ. ഇത് നമ്മുടെ ഏലത്തോട്ടത്തിൽ കണ്ടൊരു തവള കേട്ടോ. ഇവനാണ് ഏലക്ക പൊട്ടിച്ച് തിന്നുന്ന ഡൗട്ടുണ്ട്. പ്രധാനമായിട്ട് ഏലക്ക തിന്നുന്ന എലിയാണ്. പിന്നെ തവളയും തിന്നുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ തവള തിന്നുന്നത്. അപ്പോൾ കായ എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം.
നമ്മൾ ഫസ്റ്റ് കാ, ഇത് പഴങ്കായ ആയിരിക്കും അല്ലേ, ഇത് പഴുത്ത കായ, കറുത്ത അരിയുള്ള പഴുത്ത കായ. ഇത് സെക്കൻഡ് കായ, ഇച്ചിരി പഴുത്തായിരിക്കും. ചെറിയ കറുത്ത പാട് വന്നിട്ടുണ്ട്. പക്ഷേ അപ്പം ഇതുവരെയുള്ള കായ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത എന്ന് വെച്ചാൽ പിഞ്ചായിരിക്കും, അതെടുക്കേണ്ട കാര്യമില്ല ഉണ്ടല്ലേ. അപ്പം ഇങ്ങനെയാണ് കായ എടുക്കുന്നത്. ഏറ്റവും അടിയത്ത് നല്ല പഴങ്കായാണെങ്കിൽ 3 കായ വരെ നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ പഴങ്കായ കിട്ടുന്നില്ല, മൊത്തം എലി തിന്ന് കാണും. പഴുക്കുന്ന എലി തിന്നു. അത് വലിയൊരു ശല്യം തന്നെയാണ് എലി. ഇതൊരു ചരത്തിന് പറയുന്ന പോലെ കിങ്ങിണി ചരം. ഇതധികം നീളം വെക്കത്തില്ല, പക്ഷേ പെട്ടെന്ന് ഒടിഞ്ഞു പോകും. ഇത് ശ്രദ്ധിച്ചു വേണം ഇത് കായ എടുക്കാനായിട്ട്. ഇത് അതിൽ നിന്ന് എടുത്ത കായാണ്, നല്ല ബോൾട്ട് കായ കേട്ടോ. നമ്മുടെ കാ എടുത്തുകൊണ്ടിരിക്കുന്നതനുസരിച്ച് ഇപ്പോഴും പൂക്കളും അതുപോലെ ചരവും ചീമ്പും ഒക്കെ പൊട്ടുന്നുണ്ട്. നമ്മൾ ഇത് പ്രധാനമായിട്ട് ഇട്ട് കൊടുത്തത് കുമ്മായമാണ്. കുമ്മായം ഇട്ട് കൊടുത്തപ്പോൾ മുതലാണ് ഇങ്ങനെ ചീമ്പൊക്കെ പൊട്ടി ഏലത്തിൻ്റെ കേടെല്ലാം മാറി നല്ല സെറ്റപ്പായത്. നമ്മൾ മഴ തുടങ്ങുമ്പോഴാണ് കുമ്മായം ഇട്ട് കൊടുക്കുന്നത്. ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കും കുമ്മായം ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഒരു കുമ്മായം ഇട്ടൊരു 1 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് പറ്റും. നല്ലതായിട്ട് ചീമ്പടിക്കും, ഏലത്തിൻ്റെ കേടെല്ലാം മാറും, ശരമടിക്കാൻ തുടങ്ങും. പിന്നെ ഇത് വലിയൊരു തോട്ടമാണെന്നൊന്നും പറയുന്നില്ല, ഇതിന് നല്ല അടിപൊളി തോട്ടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത്ര നല്ലതായിട്ട് ഇവിടെ ഏലക്ക ഉണ്ടാകുന്നത് ഈ വർഷമാണ്. അത് കുമ്മായം ഇട്ടതിന് ശേഷമാണ്. നമ്മളത് കുറച്ച് ഇല ഇവിടെ ക്ലീൻ ചെയ്ത് മണ്ണൊക്കെ കൂട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതുണ്ട്, ഇതുപോലെ എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിടക്കണം. ഈ ചെപ്പെല്ലാം മാറ്റി കയറണം കരിയിലേക്ക്. ഇതിൻ്റെ അടിക്കെല്ലാം വേറെ കേട്ടോ, കരിയിലെ ഇടയിലെല്ലാം വേരുണ്ട്. നമ്മൾ ചോട്ടിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കണം. ഇവിടുന്ന് നമ്മൾ കുഴിയെടുത്തിട്ട് അല്ലേ, സൈഡിൽ നിന്ന് കുഴിയെടുത്തിട്ട് അവിടെ നിന്ന് വെട്ടി ചോട്ടിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒന്നും കളയ്ക്കത്തില്ല കേട്ടോ, ഇതൊക്കെ വേര് ഇടുന്നുണ്ട്, ഇതിലെല്ലാം വേര് ഇടുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്നൊന്നും മണ്ണെടുക്കത്തില്ല നമ്മൾ. ഇതിന് ഒരു സൈഡിൽ നിന്ന് നമ്മൾ കുഴി കുത്തി മണ്ണെടുക്കുകയാണ് ചെയ്യുന്നത്. വെളിയിൽ പിടിക്കാനായിട്ട് എലിപ്പെട്ടി കളിച്ചു വെച്ചിരിക്കുന്ന, അതൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. ബോണ്ടാക്കി വെച്ചാൽ കളിച്ചു വെച്ചിരിക്കുന്നത്, വെളി കയറുന്നില്ല. അതല്ലേ ഇതൊക്കെ തിന്നു കൂട്ടിയിട്ടിരിക്കും. ഇതുപോലത്തെ തട്ടയൊക്കെ കണ്ടിച്ചാണ്. ഇതൊക്കെ പഴയ പോയ തട്ടയാണ്. അതൊക്കെ ഇതല്ലേ സൈഡ് ചോളി ചേർത്ത് കട്ട് ചെയ്യുക. ഈ തട്ടയൊക്കെ തണ്ടുവരപ്പം കയറി കുത്തി കളഞ്ഞ കേട്ടോ, ഉണ്ടല്ലേ കറുത്തിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിനെ തോളാക്കി ഇങ്ങനെ പൊളിച്ച് വേണം. ഒരു ചപ്പൊക്കെ മാറ്റി ഇങ്ങനെ നല്ല സെറ്റപ്പാക്കി എടുക്കണം. ഇടയ്ക്ക് പാമ്പൊക്കെ ഉണ്ടോ നോക്കണം കേട്ടോ. പാമ്പ് കയറിയും ഈ ചപ്പിനകത്തൊക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇതല്ലേ എലി തിന്നിട്ടിരിക്കുന്ന കേട്ടോ, കടിച്ചു പൊട്ടിച്ച്. ഇതുകൊണ്ടൊരു രക്ഷയില്ല, നല്ല ഭയങ്കര ശല്യമാണ് എലി ഉണ്ടല്ലേ. രാത്രി ലൈറ്റ് അടിച്ച് വന്നാൽ പോലും ഇതിനെ കാണത്തില്ല, എപ്പോഴാണ് വരുന്നതെന്ന് പറയത്തില്ല. ഇതല്ലേ ഇവിടെ എല്ലാം ഒരുപാട് തിന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് നോക്കിയെങ്കിൽ മാത്രമാണ് ഏലം നമുക്ക് വളർത്തിയെടുത്ത് ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. ഒരുപാട് രോഗങ്ങളും കീടങ്ങളും ഒക്കെ ഉള്ളതെന്നാണ് ഏലം എന്ന് പറയുന്നത്. അങ്ങനെ നമുക്കിത് എടുത്തപ്പോഴത്തേക്ക് ഇത്ര കായ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നിരത്തിയിട്ടിരിക്കുകയാണ്, നല്ല കേടായിട്ട് പോകും. വലിയ കാര്യമായിട്ട് ചൊറിയൊന്നുമില്ലാത്ത കായാണ്, നല്ല അടിപൊളി കായ. ചൊറി മാറാനായിട്ട് നമ്മൾ എക്കാരസ് കരോട്ട എന്ന് പറഞ്ഞ മരുന്ന് തന്നെയാണ് അടിക്കുന്നത്. തണ്ടുവരപ്പിനും ചൊറിക്കും എല്ലാം ഈ മരുന്ന് മതിയാവും. ഒരു 40 ദിവസം വരെ ഈ മരുന്ന് നിൽക്കുന്നതാണ്. നമ്മളത് ഏലക്കൊക്കെ എടുത്ത് തീർന്നു, കൊടുക്കാനായിട്ട് പോവാണ്. ചാക്കിരിക്കുന്നതാണ് ഏലക്ക. ഇത് കൊടുത്തിട്ട് എനിക്ക് നേരെ മൂന്നാർ പോകണം, ജോലിക്ക് പോകണം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വണ്ടിയൊന്നും ഇവിടെ ഇല്ലായിരുന്നു, ജീപ്പ് ഇവിടെ ഇല്ലായിരുന്നു, ബൈക്ക് മാത്രമായിരുന്നു. അതുകൊണ്ട് ബൈക്കിൻ്റെ കുറേ കെട്ടി വെച്ച് കൊണ്ടുണ്ട്. അപ്പോൾ ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും